ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാളുകളായി നാം ചിന്തിച്ചു വരുന്നത് സന്തോഷത്തെക്കുറിച്ചാണ്. ഞാൻ പറയുന്നത് പുറമേ ഉള്ള ചില സന്തോഷങ്ങളെക്കുറിച്ച് മാത്രമല്ല. പുറമേ സന്തോഷമുണ്ട്, തീർച്ചയായും. ആന്തരികമായ സന്തോഷം, ആന്തരിക സന്തോഷം, ബാഹ്യമായ സന്തോഷം. ഒരുപക്ഷെ ബാഹ്യമായ സന്തോഷം അനുഭവിക്കുന്ന ചിലർക്കൊന്നും ആന്തരിക സന്തോഷമില്ല. ചിലർക്ക് ആന്തരിക സന്തോഷമുണ്ട്, പക്ഷേ പുറമേ ആ സന്തോഷം അവർക്ക് കാണിക്കാൻ കഴിയില്ല. അവർക്ക് ബാഹ്യമായി അവർ സന്തോഷിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ ദൈവം കൃപയാൽ ഒരു വലിയ ദാനമായി നൽകുന്നതാണ് ആന്തരികവും ബാഹ്യവുമായ സന്തോഷം ഒരു വ്യക്തിയിൽ തന്നെ വെളിപ്പെടുന്നത്. അതൊരു ഭാഗ്യമാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ അവകാശവാദങ്ങളൊന്നും പറയുകയല്ല, പക്ഷേ കൃപയാൽ ആ ഒരു വലിയ ഭാഗ്യപദവി ലഭിച്ച ഒരു എളിയ ദൈവദാസനാണ് ഞാൻ. എൻ്റെ ഹൃദയത്തിൽ നിറയെ സന്തോഷമാണ്. പുറമേയും എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് സന്തോഷം തരാൻ ഈ ഭൂമിയിൽ അനേക കാര്യങ്ങളുണ്ട്, പക്ഷേ അതിലല്ല എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. യേശു എന്നെ സ്നേഹിച്ചല്ലോ എന്നോർക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയാറുണ്ട്. ഞാൻ നിങ്ങളോട് സത്യമാണ് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് തന്നെത്താനിരുന്ന് കരയാറുണ്ട്. യാത്ര ചെയ്യുമ്പോഴും ഞാൻ തന്നെത്താൻ വാഹനം ഓടിച്ചുകൊണ്ട് എവിടുന്നെങ്കിലും തിരികെ വരുമ്പോൾ, പ്രത്യേകിച്ച് ദൈവിക ശുശ്രൂഷകൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ തന്നെത്താൻ കാറിലിരുന്ന് ഞാൻ ഉറക്കെ കരയാറുണ്ട്. അത് ദുഃഖത്തിൻ്റെ കരച്ചിലല്ല, ആനന്ദം തിങ്ങി നിറഞ്ഞ്, ഓ കർത്താവേ, ചേറ്റിൽ കിടന്ന് എന്നെ നീ സ്നേഹിച്ചല്ലോ, അവിടുത്തെ സാക്ഷിയാകാൻ എന്നെ വിളിച്ചല്ലോ. കർത്താവേ, ഓരോ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലഘട്ടത്തിൽ പൗലോസിനെ വിളിച്ചു, പത്രോസിൻ്റെ കാലഘട്ടത്തിൽ പത്രോസിനെ വിളിച്ചു, ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദൈവം ദാവീദിനെ വിളിച്ചു. അങ്ങനെ ഓരോരുത്തരെയും കാലഘട്ടത്തിൽ കുറേ പേരെ വിളിച്ചു. അനേകരിൽ നിന്ന് കുറേ പേരെ വിളിച്ചു. കൂട്ടത്തിൽ അവരെയൊക്കെ വിളിച്ചു. ഇന്ന് നാഥ, ഇന്ന് എന്നെ അവിടുന്ന് വിളിച്ചല്ലോ എന്ന് ഞാൻ ഓർക്കും. കർത്താവിന് സ്തോത്രം. എൻ്റെ ഉള്ളം സത്യമായും ആനന്ദിക്കാറുണ്ട്. ഒരുപക്ഷെ നിരാശാജനകമായ സാഹചര്യങ്ങൾ ചുറ്റുപാടും കാണും. ഒരു സാധാരണ മനുഷ്യൻ എന്ന പോലെ തന്നെ എനിക്കും അനേകം പ്രശ്നങ്ങളുണ്ട്. പോരാ, ഞാൻ ഒരു കമ്പനിയുടെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ്, ഞാൻ ഒരു ഭർത്താവാണ്, ഞാനൊരു മകനാണ്, ഞാനൊരു സഹോദരനാണ്, ഞാനൊരു അപ്പനാണ്, എല്ലാത്തിലൂരി ഞാനൊരു സഭാ ശുശ്രൂഷകനാണ്, ദൈവവേലക്കാരനാണ്. ഇങ്ങനെയുള്ള പല തലങ്ങളിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാനൊരു കുടുംബസ്ഥനാണ്. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ അനേകം കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ട് ജീവിക്കുമ്പോൾ എൻ്റെ ഓരോ സാഹചര്യങ്ങളിലും പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഒരുപക്ഷെ രോഗങ്ങളോ ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇടയ്ക്കെങ്കിലുമൊക്കെ വരാറുണ്ട്. പക്ഷെ എന്തെല്ലാം വന്നാലും എൻ്റെ ഉള്ളം ആനന്ദിക്കുന്നു, എൻ്റെ ഉള്ളം സന്തോഷിക്കുന്നു ഒറ്റ കാര്യത്തിൽ. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ പേർ ചൊല്ലി വിളിച്ചു, യേശു എന്നെ കണ്ടു. അതോർക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോവും. ശരിക്കും പലപ്പോഴും എൻ്റെ ജോലിയോടനുബന്ധിച്ചും ദൈവവേലയോടനുബന്ധിച്ചും പല വിദേശ യാത്രകൾ ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഞാൻ എത്രയോ ഫ്ലൈറ്റിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആരും കാണാതെ എൻ്റെ കണ്ണുനീരൊപ്പുവാൻ ഞാൻ കർച്ചീഫ് എടുത്ത് തുടച്ചിട്ടുണ്ട്. ഇതൊന്നും ദുഃഖത്തിൻ്റെ കരച്ചിലല്ല, ഇതൊന്നും നിരാശയുടെ കരച്ചിലല്ല, ആനന്ദത്തിൻ്റെ കണ്ണുനീർ. ഹല്ലേലൂയ. ഭാഗ്യവശാൽ ഈ വിഷയം നാം നാളുകളായി സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ പോലും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ദൈവം തന്ന ഒരു വിഷയമാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. ആത്മീയ സന്തോഷമുണ്ട്, ഭൗതിക സന്തോഷമുണ്ട്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ഭാര്യയോടൊത്ത്, എൻ്റെ കുഞ്ഞുങ്ങളോടൊത്ത്, മാതാപിതാക്കളോടൊത്ത്, എൻ്റെ കൊച്ചുമോനോടൊത്ത്, എൻ്റെ ചർച്ചിൽ വരുന്ന, ഞങ്ങളുടെ പ്രാർത്ഥനാ മീറ്റിങ്ങിന് വരുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരനോടൊത്ത്, അങ്ങനെ അനേകരോടൊത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ വാസ്തവമായി സന്തോഷം അനുഭവിക്കുന്നു. പക്ഷേ സന്തോഷം അനുഭവിക്കാത്ത എത്രയോ പേര് നിരാശയിൽ കഴിയുന്നു. എത്രയോ പേര് പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി, ഈ തിരുവചനം കേട്ടതിന് ശേഷം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പലരും വിളിക്കാറുണ്ട്.
കഴിയുമെങ്കിൽ എല്ലാ ഫോൺ തന്നെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ എൻഗേജഡ് ആണെങ്കിൽ തിരിച്ചു വിളിക്കാറുണ്ട്. അനേകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും, എന്നെ 24 മണിക്കൂർ വിളിച്ചാലും, ഒരത്യാവശ്യം പ്രാർത്ഥനാ വിഷയത്തിന് വിളിച്ചാൽ ഞാൻ തീർച്ചയായും പ്രാർത്ഥിക്കും. കാരണം അത്യാവശ്യക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരുപക്ഷെ ഞാൻ ഡീപ്പ് സ്ലീപ്പിലാണെങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ മൊബൈൽ ഫോൺ സൈലൻ്റായി വയ്ക്കാറില്ല. എപ്പോഴും എൻ്റെ മൊബൈൽ ഫോൺ കുറച്ച് മാറി ഞാൻ അത് ബെല്ല് റിങ് ചെയ്താൽ കേൾക്കാൻ പാകത്തിനാണ് അത് വെച്ചിരിക്കുന്നത്. അതൊരു ലക്ഷ്യമുണ്ട്. ആവശ്യക്കാരായ അത്യാവശ്യക്കാരായ ആരെങ്കിലും വിളിച്ചാൽ അയ്യോ ഫോൺ റിങ് ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് ഞാൻ അവരോട് കൂടെ പ്രാർത്ഥിക്കേണ്ടതിന് തടസ്സം വരില്ലേ എന്നാണ് എൻ്റെ ചിന്ത. എൻ്റെ ഒരല്പം ഉറക്കം പോയാലും പിറ്റേ ദിവസം ഉറങ്ങാമല്ലോ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് സന്തോഷം. നാളുകളായി നാം ചിന്തിച്ചു വരുന്ന വിഷയവും സന്തോഷമാണ്. ഇനിയും കുറേ കാര്യങ്ങൾ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കാനുണ്ട്. നമുക്ക് വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങൾ ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യത്തിൽ സാക്ഷാൽ സന്തോഷത്തിൻ്റെ പ്രതിരൂപമായ, സന്തോഷത്തിൻ്റെ നികേതനമായ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു പറഞ്ഞതാണത്. ആരോട് പറഞ്ഞു? തൻ്റെ പ്രിയ ശിഷ്യന്മാരോട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അങ്ങനെ തുടർന്നുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ച് തൻ്റെ ക്രൂശീകരണത്തിന് പോകുന്നതിന് മുമ്പുള്ളതായ അവസാനത്തെ പ്രസംഗങ്ങളാണ്. കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന ഈ അവസാന അധ്യായങ്ങളിലുണ്ട്. മഹാപുരോഹിത പ്രാർത്ഥന, കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി. അതിനു മുമ്പ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുമരുതെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, കലങ്ങിപ്പോകരുതെന്ന് കർത്താവ് പറയുന്നത്. ഒരു കൽപ്പനയായി, ഒരാജ്ഞയായി, ഒരു നിർദ്ദേശമായി കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറയുകയാണ്. കലങ്ങാൻ സാധ്യതയുള്ള ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ കലക്കിക്കളയുവാൻ, നമ്മുടെ ഹൃദയത്തെ കൺഫ്യൂഷനുള്ളതാക്കി തീർക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ നിരാശ കൊണ്ടും സങ്കടം കൊണ്ടും ദുഃഖം കൊണ്ടും ഏകാന്തതാബോധം കൊണ്ടും നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് കർത്താവ് അറിഞ്ഞതുകൊണ്ട് കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവിന് സ്തോത്രം. പിന്നെ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഹൃദയം കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൽ ആഴമായ വിശ്വാസം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നിലും വിശ്വസിപ്പീൻ, യേശുക്രിസ്തുവിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതിൽ പരം പ്രത്യാശയുടെ വാക്യം മറ്റേതുണ്ട്? കർത്താവിന് സ്തോത്രം. ഈ ലോക ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്, തീർച്ചയായും ഉണ്ട്. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. നാം വിചാരിക്കുന്ന നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലുതെന്ന്. അല്ല പ്രിയരെ, അല്ല. മറ്റുള്ളവരുടെ വേദനകൾ അറിയുമ്പോഴാണ് നാം വിചാരിക്കുന്നത് പലതും നമുക്കതില്ലല്ലോ എന്ന്. ഞാൻ ഈ പ്രസംഗങ്ങളെല്ലാം യൂട്യൂബിൽ ഏതാണ്ട് 2-3 വർഷം മുമ്പ് തുടങ്ങിയതിന് ശേഷമാണ് പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി അനേകർ വിളിക്കാൻ തുടങ്ങിയത്. നാട്ടിൽ നിന്നും, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പലരും വിളിക്കാറുണ്ട്. അവർ വിളിച്ച് അവരുടെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എനിക്കുള്ള പ്രശ്നങ്ങളൊക്കെ എത്ര നിസ്സാരം. ഓരോരുത്തർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരമ്മ വിളിച്ചു, സാറേ എൻ്റെ മോൾക്ക് 34 വയസ്സ്, എൻ്റെ മോന് 32.5 വയസ്സ്. രണ്ടുപേരും പറയുന്നു ഞങ്ങൾക്ക് വിവാഹം വേണ്ടെന്ന്. ആ അപ്പനും അമ്മയും കരയുകയാണ്. ഇനി എങ്ങനെ ഞങ്ങൾക്കൊരു അടുത്ത ജനറേഷൻ ഉണ്ടാകും? ഞങ്ങളെങ്ങനെ ഒരു കൊച്ചുമോനെ അല്ലെ കൊച്ചുമോളെ ഓമനിക്കും? ആ അമ്മ വാവിട്ട് കരയുകയാണ്. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ മറ്റൊരു ദിവസം വേറൊരമ്മ വിളിച്ചു, സാറേ എനിക്ക് 2 പെൺകുട്ടികളാണ്, ഞങ്ങൾ ഓമനിച്ച് താലോലിച്ച് വളർത്തിയ പെൺകുട്ടികൾ, ഞങ്ങൾ നല്ല ഉപദേശങ്ങൾ കൊടുത്ത് വളർത്തിയവരാണ്,
ഞങ്ങളുടെ കുടുംബത്തിൽ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ സ്നേഹമാണ്. പക്ഷേ എൻ്റെ സാറേ, ഞാനെല്ലാം കൊടുത്തു വളർത്തിയെങ്കിലും അവൾ അന്യമതത്തിൽപ്പെട്ട ഒരുവൻ്റെ കൂടെ പോയി അവളും അവനും ചേർന്ന് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ ഒരു ബൈക്കിലൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു, ഞങ്ങളെ കളിയാക്കിക്കൊണ്ട്. ഇങ്ങനെ 100 അനുഭവങ്ങൾ അനേകർ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ, എനിക്ക് ഇത്രയും സന്തോഷം തന്നല്ലോ, ഇത്രയും സൗഭാഗ്യം തന്നല്ലോ. അനേകർ വലഞ്ഞു കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള അനേകരെ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഫോൺ ഒരിക്കലും ഓഫാക്കുകയില്ലെന്ന്. ഒരാളൊന്ന് അത്യാവശ്യത്തിൽ നിന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ തീർച്ചയായും പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ ഞാൻ നിലത്ത് മുട്ടുമടക്കി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാനത് വലിയ കേമം ചെയ്യുന്നത് പോലെ, ഒരു വലിയ കാര്യം ചെയ്യുന്ന പോലെ അല്ല നിങ്ങളോട് പറയുന്നത്. പക്ഷേ പ്രിയരെ, കണ്ണുനീരും കൈയുമായി കഴിയുന്ന അനേക കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ, അവർക്ക് സന്തോഷം കൊടുക്കുവാൻ ക്രിസ്തുവിൻ്റെ ഭാവത്തോടെ നമുക്ക് നിൽക്കാൻ കഴിയുമോ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഈ ഭൂമിയിലെ സന്തോഷങ്ങളൊന്നും കിട്ടിയാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുകയില്ല. നമ്മുടെ സാഹചര്യം മാറിയാൽ സന്തോഷം കിട്ടുകയില്ല. എന്തെല്ലാം കിട്ടിയാലും സന്തോഷം കിട്ടുകയില്ല. സന്തോഷം കിട്ടണമെങ്കിൽ എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കണം. യേശു പറഞ്ഞു, ഞാൻ തരുന്നൊരു സന്തോഷമുണ്ട്, ആ സന്തോഷം നിങ്ങളിൽ വന്നാലേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റൂ. അങ്ങനെ എൻ്റെ സന്തോഷം നിങ്ങളിൽ വന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. അങ്ങനെ പൂർണ്ണമായൊരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കർത്താവ് ഇടയെ തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളതിന് പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുത്തെ സന്തോഷം എന്നിൽ നിറയ്ക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അടുത്ത മെസ്സേജിൽ ഞാനത് അല്പം കൂടി വിശദമായി പറയാം. കർത്താവ് പറഞ്ഞതിൻ്റെ ആഴം, കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, എങ്ങനെ സന്തോഷം കിട്ടും, യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ, തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞതിൻ്റെ വ്യാപ്തി എത്രമാത്രമെന്ന് നമുക്ക് അടുത്ത മീറ്റിങ്ങിൽ ചിന്തിക്കാം. ഇപ്പോൾ നിങ്ങൾ എന്തു പറയുന്നു? ഇന്ന് നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? തളർന്നിരിക്കുകയാണോ? വാടിയിരിക്കുകയാണോ? മുഖം കുനിഞ്ഞിരിക്കുകയാണോ? എൻ്റെ പ്രിയ മകനെ, പ്രിയ മകളെ, നീ ദുഃഖിക്കേണ്ട. നിന്നെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്. നിനക്ക് വേണ്ടി കാൽവറിയിൽ അവസാനതുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നിന്നെ സ്നേഹിച്ചൊരു യേശുവുണ്ട്. ആ യേശു നിന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരിപ്പോൾ സന്തോഷമില്ലാതെ നിരാശപ്പെട്ട് ഭാരതത്തിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയരെ. നിങ്ങളുടെ മേൽ എളിയവനായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ യേശു സ്വർഗീയ സന്തോഷം നിങ്ങളുടെ മേൽ പകരും. ഹല്ലേലൂയ. അങ്ങനെയാ ദാഹിക്കുന്നവര് ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിപ്പീൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ കർത്താവേ, അവിടുന്ന് ദാനമായി തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളിൽ അവിടുത്തെ സന്തോഷം വന്ന് നിറയുവാനും ആ സന്തോഷം പൂർണ്ണമാകുവാനും കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ നാഥ അവിടുത്തെ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ ദിവ്യ സന്ദേശത്തിനായി സ്തോത്രം. ഇപ്പോൾ കർത്താവേ, വേദനയിലും സങ്കടത്തിലും ഭാരത്തിലും പ്രതിസന്ധിയിലും മുന്നോട്ട് പോയി തളർന്നിരിക്കുന്നവരെ കർത്താവേ, അവിടുത്തെ കരം തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്താൽ യേശുവിൽ നിന്ന് ഒഴുകുന്ന സ്വർഗീയ സന്തോഷം ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം യേശുവേ, അവിടുത്തെ ആണിപ്പഴുതുള്ള കരം സന്തോഷമില്ലാത്തവരുടെ മനസ്സിൽ തൊടണമേ, അവരുടെ ശരീരത്തിൽ തൊടണമേ, അവരുടെ ശിരസിൽ അവിടുത്തെ കരം വയ്ക്കണമേ, അവിടുന്ന് സന്തോഷം പകരണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എപ്പേർപ്പെട്ടവരെ സന്തോഷം കൊണ്ട് നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ അത്ഭുത നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും വെളുപ്പിന് 4:30 എഴുന്നേറ്റ് ദൈവമക്കൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിലിരുന്ന്, എന്നാൽ ഫോണിലൂടെ ഗ്രൂപ്പ് കോളിലൂടെ അനേകം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അനേകർക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ട്, മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം